സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ RSS സ്തുതി കസേര സംരക്ഷണം ലക്ഷ്യമിട്ടാണ് എന്നുള്ള വിലയിരുത്തലിന് ശക്തിയേറുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ 75 വയസ്സിലെത്തിയാൽ വഴിമാറണമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത് അടുത്തിടെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോദിയെ ലക്ഷ്യമിട്ടാണ് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. അടുത്ത മാസം മോദിക്ക് 75 പൂർത്തിയാകുകയാണ്. നിലപാടിൽ RSS ഉറച്ചു നിന്നാൽ പ്രതിസന്ധിയിലാകുമെന്ന് മനസ്സിലാക്കിയാണ് മോദി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ ഒന്നും തന്നെ നടത്താത്ത പ്രശംസയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ പല മുതിർന്ന നേതാക്കളെയും മോദി ഒതുക്കിയത് പ്രായപരിധിയുടെ പേരിൽ തന്നെയായിരുന്നു. 75-ലെത്തിയ മോദി കടുത്ത അരക്ഷിതാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിൽ RSS പിന്തുണ നിർണായകമാണ് എന്നുള്ള ബോധ്യത്തിലാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പരാമർശവും നടത്തിയിരിക്കുന്നത്. ഭാഗവത് മോദി ബന്ധം പലപ്പോഴും സുഖകരവുമല്ല. മോദി അമിത്ഷാ കൂട്ടുകെട്ട് പൂർണ്ണമായും BJPയും സർക്കാരിനെയും നിയന്ത്രിക്കുന്നതിൽ ഭാഗവത് അസ്വസ്ഥൻ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അകൽച്ച പാരമ്യത്തിലെത്തി നിൽക്കുമ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് മുതൽ ഭാഗവതുമായും RSSുമായും അടുക്കാൻ മോദി ശ്രമിച്ചത്. മാർച്ചിൽ മോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് ഭാഗവതിനെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഏപ്രിലിൽ ഭാഗവത് പ്രധാനമന്ത്രിയുടെ വസതിയിലും എത്തിയിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്ത RSSനെ സ്വാതന്ത്ര്യ ദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ വാനോളം പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചത് രാജ്യത്തിനായി ജീവൻ നൽകിയ പോരാടിയ രക്തസാക്ഷികളെ തന്നെയാണ്. 100 വർഷം മുമ്പ് രൂപീകൃതമായ RSSന്റെ കൂടി ശ്രമഫലമായാണ് രാജ്യം നിർമ്മിക്കപ്പെട്ടതെന്നും കേവലം സർക്കാരുകളുടെയോ അധികാരത്തിലിരുന്നവരുടെയോ സംഭാവന കൊണ്ട് മാത്രമല്ല എന്നുമായിരുന്നു മോദി തട്ടിവിട്ടിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ പാർട്ടികളും സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരും മോദിയുടെ പരാമർശത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കൊളോണിയൽ മേധാവിത്വം ആ ചന്ദ്രതാരം തുടരുമെന്നും എന്ന് ആഗ്രഹിക്കുകയും ബ്രിട്ടീഷുകാർക്ക് പാദസേവകയും ചെയ്ത RSSന്റെ അപമാനകരമായ ചരിത്രം മൂടിവെക്കാനുള്ള വ്യത്യാശ്രമമാണ് മോദി നടത്തിയിട്ടുണ്ടായിരുന്നത്. 1925 സ്ഥാപിക്കപ്പെട്ട RSS 47 വരെയുള്ള സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിൽ കാഴ്ചക്കാരായി പോലും ഉണ്ടായിട്ടില്ലായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും യുവതലമുറയെ അരാജകവാദികളും കുരുത്തം കെട്ടവരാക്കും എന്നായിരുന്നു രണ്ടാം സർസംഘ് ചാലക് MS ഗോൾവാൾക്കറുടെ നിലപാട് തന്നെ. ഇതാദ്യമായാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി RSSനെ പരാമർശിച്ചത് പോലും. മോദിയുടെ നടപടി ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് എന്ന് തന്നെ കോൺഗ്രസ് വിമർശിക്കുകയായിരുന്നു. ചരിത്രത്തെ മോദി വളച്ചൊടിക്കുകയാണ് എന്ന് RJD നേതാവ് മനോജ് ഷായി പറഞ്ഞിരിക്കുകയാണ്. RSSനെ പ്രശംസിച്ചതിലൂടെ മോദി സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യത്തെയും രക്തസാക്ഷികളെയും സ്മരണകളെയും അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ്. മഹാത്മാഗാന്ധി വധത്തിന് പിന്നാലെ നിരോധിക്കപ്പെട്ട സംഘടന കൂടിയാണ് RSS. സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഇടപെട്ട ചരിത്രം പോലുമില്ല. മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് എന്നും MA ബേബി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്.